ശ്രീ പി ജെ വിൻസെന്റ് ഒരു വലിയ സാധ്യത ഇന്ത്യയുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, കുറെ നാളുകൾക്ക് മുമ്പ് ഈ വ്യവസ്ഥാപിതമായ ഭീകര സംഘടനകളിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർ മാത്രമല്ല, യുവാക്കൾ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു. അവർ കവണകളുമായും കല്ലുകളുമായും ഒക്കെ തെരുവിലിറങ്ങുന്നു. കല്ലേറ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. തിരിച്ചുള്ള ആക്രമണം ഉണ്ടാകുന്നു. പെല്ലറ്റ് കൊണ്ട് കണ്ണുപോയ ആളുകൾ. ഇങ്ങനെ കശ്മീരിനെ സംബന്ധിച്ച് സിവിൽ വാറിന് സമാനമായ ഒരു കാലഘട്ടം പിന്നിട്ട് അതിജീവിക്കുകയും ഒരു എക്കണോമിക് ബൂമിലേക്ക് അവിടെ എത്തുകയും ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. സ്വാഭാവികമായും പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ കശ്മീർ ജനത ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ ഈ തെരുവിൽ കണ്ടതും ആ പ്രതിഷേധത്തിന്റെ രൂപത്തിൽ കണ്ടതും. അപ്പൊ ആ സമയത്ത് അവരുടെ കോൺഫിഡൻസിനെ, അവരുടെ ആ ആഗ്രഹത്തെ ഫലപ്രദമായി ചാനലൈസ് ചെയ്യാം എന്നുള്ള ഒരു ഗുണം ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. അതേപോലെ തന്നെ ഈ ഭീകരവാദികൾ നിശ്ചയമായും ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇന്ത്യയിലാകെ സാമുദായിക കുഴപ്പമുണ്ടാക്കുക, വർഗീയ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ വളരെ വർഗീയമായ നിലയിൽ അവിടെ പെരുമാറുകയും അങ്ങനെ പെരുമാറിയെന്ന് അവിടെയുള്ളവരെ ബോധ്യപ്പെടുത്തുകയും അത് എംഫസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമായി ഇന്ത്യയിൽ ഒന്നാകെ തന്നെ വർഗീയ കാലുഷ്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി അതിനെ പ്രതിരോധിക്കുക എന്ന ബാധ്യത, ഒപ്പം കശ്മീരികളുടെ കോൺഫിഡൻസിനെ ഉപയോഗിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ ഇന്ത്യൻ സ്റ്റേറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും കാശ്മീരിലെ ജനതയെ ഇംപോവറൈഷ് ചെയ്യുക, അവരെ ദാരിദ്ര്യവൽക്കരിച്ച് അവരുടെ ജീവിതം സുരക്ഷിതമല്ലാതാക്കി വീണ്ടും തീവ്രവാദത്തിന് വിളതലമാക്കി മാറ്റുക. അതോടൊപ്പം ഇന്ത്യയിലെ മറ്റ് ജനങ്ങൾക്ക് കാശ്മീരിനോടുള്ള സമീപനത്തിൽ വീണ്ടും പഴയ ഒരു ഭയത്തിൻ്റെയും അവരെ മാറ്റി നിർത്തുന്നതിൻ്റെതുമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ഹിന്ദു മുസ്ലിം സംഘർഷത്തിൻ്റെതായ പശ്ചാത്തലം സൃഷ്ടിക്കുക. ഇങ്ങനെയൊക്കെ ബോധപൂർവം ഉറപ്പിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ തീവ്രവാദികൾക്ക് ഇപ്പോൾ 2016 ബുർഹാൻ വാനി കൊലയപ്പെടുന്നത്. വാനി 22ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹിസ്ബുൾ മുജാഹിദിൻ്റെ കമാൻഡറായിരിക്കെയാണ് പട്ടാളവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തെ പട്ടാളം വധിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഹി വാസ് ഇനോർമസ്ലി പോപ്പുലർ. അദ്ദേഹം വലിയ രൂപത്തിൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് കൗമാരക്കാരെ ഈ തീവ്രവാദത്തിലേക്ക് ആനയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബുർഹാൻ വാനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അവിടെ വലിയ കലാപ സദൃശ്യമായ സാഹചര്യം കാശ്മീർ വാലിയിൽ ഉടനീളം സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ അത്തരത്തിലുള്ള ഭീകരവാദി നേതാക്കളെ പിന്നീട് റിക്രൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള കാശ്മീർ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘങ്ങൾ ക്ഷീണിക്കുന്നു നമ്മൾ കണ്ടു. 2019 പുൽവാമയ്ക്ക് ശേഷം ലഷ്കർ ഇ തൈബയ്ക്കും ഇതിനു മുമ്പ് ചെയ്തതുപോലെ അവിടുന്ന് പ്രാദേശികമായിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുവാനോ മാരകമായ അതിക്രമങ്ങൾ കാശ്മീർ വാലിയിൽ നടത്താനോ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ മാറ്റിമറിക്കാൻ ആ ഒരു സ്റ്റാറ്റസ് കോ, അവിടെ ഒരു സമാധാനപരമായ സാഹചര്യം ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്നു, അവിടേക്ക് വലിയ തോതിൽ ടൂറിസ്റ്റുകളുടെ ഒഴുക്കുണ്ടാവുന്നു. ഈ ടൂറിസ്റ്റുകൾ വന്നു പോകുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലുള്ള മനുഷ്യരുമായി കാശ്മീരികൾക്ക് സൗഹൃദമുണ്ടാകുന്നു എന്നാണ് അർത്ഥം. ഞാനവിടെ സന്ദർശിച്ച സമയത്ത് 8 ദിവസം ഞങ്ങൾ ആ വാഹനത്തിൻ്റെ ഡ്രൈവറായിട്ടുണ്ടായിരുന്ന സെയ്ഫുള്ളയെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും ഫോൺ ചെയ്യാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെടാറുണ്ട്. വളരെ സൗഹൃദം, ഒരു സഹോദരനെ പോലെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, പൊതുകാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രാജ്യത്തിൻ്റെ പല മേഖലയിലുള്ള ആളുകൾക്ക് കാശ്മീരികൾക്ക് സൗഹൃദമുണ്ടാവുകയാണ്, നമുക്ക് കാശ്മീരികളുമായിട്ടും സൗഹൃദമുണ്ടാവുകയാണ്. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള വൈബുണ്ട്. അത് ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. അതുകൊണ്ട് തന്നെ രാജ്യം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഭീകരതയെ ചെറുക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ശക്തമായ നിലപാടുകൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഈ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അത് ലൈൻ ഓഫ് ഫയർ ആയിട്ട് എക്കാലത്തും നിലനിർത്തുന്ന തന്ത്രമല്ലേ പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധമായ ഒന്നേ അല്ല ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി, ഇന്റർനാഷണൽ ബോർഡർ ഉള്ളത് രാജസ്ഥാനിലും ഗുജറാത്തിലും പഞ്ചാബിലും മാത്രമാണ്. ഇവിടെയുള്ളത് ലൈൻ ഓഫ് കൺട്രോൾ മാത്രമാണ്. അത് താൽക്കാലികമാണ്. അത് അന്താരാഷ്ട്ര അതിർത്തിയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഇതിനപ്പുറത്തുള്ള പാക് ഒക്കുപ്പൈഡ് കാശ്മീരും ഇന്ത്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് പക്ഷേ ഈ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യുന്നില്ല എന്നുള്ള സമീപനമൊക്കെ നമ്മൾ പരമ്പരാഗതമായി സ്വീകരിച്ചിരുന്നു. പക്ഷേ നിരന്തരമായി ഈ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യുകയും അതിനെ ലൈൻ ഓഫ് ഫയർ ആയി നിലനിർത്തുകയും ചെയ്യുന്നത് പാകിസ്ഥാനാണ്. അതിൽ പാകിസ്ഥാൻ മിലിറ്ററിയുടെ നേരിട്ടുള്ള ഇടപെടലുണ്ട്. ഒരു നേരത്തെ ബാറ്റ് എന്ന് പറയുന്ന ബോർഡർ ആക്ഷൻ ടീം, അതായത് മുന്നിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള ഭീകരരെ അയക്കുക, പിന്നിൽ പാകിസ്ഥാൻ പട്ടാളം നിൽക്കുക, എന്നിട്ട് തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് അത് പാകിസ്ഥാൻ പട്ടാളമല്ല, ഭീകരർ പല രൂപത്തിൽ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ്
പറഞ്ഞ് രക്ഷപ്പെടുന്ന തന്ത്രമുണ്ട്. ഇതെല്ലാം ലോകത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടതാണ്. ഇതൊന്നും ഇപ്പോൾ ചെലവാകാത്ത സാഹചര്യമുണ്ട്. പാകിസ്ഥാനിൽ ഇന്ന് ലോകം വിശ്വസിക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാകിസ്ഥാൻ തന്നെ ആഭ്യന്തര പ്രതിസന്ധിയിലേക്കും കുഴപ്പത്തിലേക്കും പോവുകയാണ്. ബലൂചിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അതുപോലെ പാകിസ്ഥാനിലുള്ള പാകിസ്ഥാന്റെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും നിശ്ചയമായും ഇങ്ങനെ ഒരു ആക്രമണം ഇന്ത്യയിൽ നടത്താൻ അവർക്ക് ഒരു പ്രചോദനമായിരിക്കാം. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. ഈ ഭീകരതയും നമ്മൾ അതിജീവിക്കും, തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.